മോർണിംഗ് കൂട്ടുകാരെ. ഇപ്പം രാവിലെ ഇവിടെ ഏകദേശം ഒരു 6 മണി 6:15 സമയമായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ എങ്ങോട്ടാണ് ഈ ഒരുക്കിപ്പെറുക്കി പോകുന്നത് നിങ്ങൾ ചിന്തിക്കാം. വേറെ എങ്ങോട്ടുമല്ല, പള്ളിയിലോട്ട് പോവുകയാണ്. ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പോൾ ഇന്നൊരു കുഞ്ഞു വ്ളോഗ് ആക്കാമെന്ന് കരുതി. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം ഒരു കുഞ്ഞു പ്രത്യേകതയുണ്ട്. നമ്മുടെ ജൂലൈ 7th ആണെന്ന് തോന്നുന്നു അല്ലേ, 7th 8th അങ്ങാണ്ട് സൺഡേ. ഓക്കെ, ജോഡുവിൻ്റെ ബർത്ത്ഡേ ജൂൺ 2 കഴിഞ്ഞു. എൻ്റെ ഇച്ചാൻ്റെ 10th വെഡ്ഡിങ് ആനിവേഴ്സറി ജൂൺ 12 കഴിഞ്ഞു. ഇത് രണ്ടും ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്തില്ല. ജോഡുവിൻ്റെ ബർത്ത്ഡേ പിന്നെ ഞങ്ങൾ ചെറുതായിട്ട് കേക്ക് കട്ടിങ് ഒഴിച്ച് ഞങ്ങൾ ചെറിയ ഫുഡൊക്കെ ആക്കലും ഒരു സ്പെഷ്യൽ ഡേ അല്ലേ, ഒരു പായസം ആക്കലൊക്കെ ഞങ്ങൾ ചെയ്തു. പിന്നെ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ ഞങ്ങളൊന്നും ചെയ്തില്ല, കാരണം ഇച്ചാൻ അവിടെയായിരുന്നല്ലോ. ഇപ്രാവശ്യത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ഞങ്ങൾ ഇവിടെയാണ്. അബുദാബിയിലായ ഞങ്ങളായിരിക്കുന്ന സമയത്ത് ഞങ്ങളെ കൊണ്ട് പറ്റുമ്പോൾ കുഞ്ഞു കേക്ക് കട്ടിയിലും ഒന്ന് പുറത്തൊക്കെ പോയിട്ട് ഫുഡ് കഴിക്കലും അതൊക്കെയാണല്ലോ കുഞ്ഞു നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത്. അതൊക്കെ നമ്മൾ ചെയ്യുമായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്നപ്പം ഇച്ചാൻ അവിടെ ആയതുകൊണ്ട് തന്നെ ഞങ്ങളൊന്നും തന്നെ ചെയ്തില്ല. അപ്പോൾ ഇച്ചാൻ ഇങ്ങനെ പറഞ്ഞു, ഇച്ചാൻ നാട്ടിൽ വരുന്ന സമയത്ത് നമുക്ക് ഒന്നിച്ച് ചെയ്യാമെന്ന്. അപ്പോൾ ഇച്ചാൻ ജൂലൈയിൽ ഇച്ചാൻ ലീവ് ഉണ്ട്. അപ്പം 2-3 ദിവസമായി ഇച്ചാൻ നമ്മൾ നാട്ടിലെത്തിയിട്ട്. അപ്പോൾ വന്നപ്പോൾ ആ ഒരു ഫസ്റ്റ് സൺഡേ ഞങ്ങൾ ജോഡുവിൻ്റെ ബർത്ത്ഡേയും സെക്കൻഡ് ബർത്ത്ഡേയും ഞങ്ങളുടെ 10th വെഡ്ഡിങ് ആനിവേഴ്സറിയും കൂടെ ഒന്നിച്ച് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വെച്ചു. അങ്ങനെ ഭയങ്കര ആർഭാടമായ പരിപാടിയൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് ഒരു കേക്ക് കട്ടിങ് ഉണ്ട്. എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും ഉണ്ട്. എൻ്റെ അപ്പച്ചനും അമ്മയും അതുപോലെ ചേച്ചിയും ഫാമിലിയും വരും. ഇവിടുന്ന് ഇച്ചാൻ്റെ ബ്രദറിൻ്റെ ഫാമിലി, അതുപോലെ ഞങ്ങളുടെ തറവാട് ഇത്രയും ആൾക്കാർ മാത്രം, ഒരു 10-20 പേര്. അത്ര ഒരു ചെറിയൊരു ഫംഗ്ഷൻ ഇവിടെ വെക്കാമെന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുവാണ്. അപ്പം ഇന്നാണ് ആ ഒരു ദിവസം. ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയും ജോഡുവിൻ്റെ സെക്കൻഡ് ബർത്ത്ഡേയും കൂടെ ഞങ്ങൾ ഒന്നിച്ച് സെലിബ്രേറ്റ് ചെയ്യുകയാണ്. ജോങ്ങൂട്ടനും എണീറ്റ് വന്ന് പല്ലൊക്കെ തേച്ച് ഡ്രസ്സൊക്കെ മാറിയിരിക്കുന്നതാണ്, കാരണം അവനും രാവിലെ കാറ്റക്കിസ്റ്റിന് പോകണം. അപ്പോൾ ഞങ്ങളിപ്പോൾ നേരെ പള്ളിയിൽ പോയി കഴിഞ്ഞ് വന്നിട്ട് ബർത്ത്ഡേൻ്റെ ഒരു കുഞ്ഞു ഫംഗ്ഷൻ മാത്രമേ ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. അല്ലാതെ വൈകുന്നേരം വരെ കാണിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഉച്ചയ്ക്കത്തേക്കാണ് ഞങ്ങൾ നമ്മുടെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇപ്പം എൻ്റെ നാട്ടിൽ നിന്ന് വരുന്നവർക്കൊക്കെ വേഗം തിരിച്ചു പോകാമല്ലോ, ഇരുട്ടാവാതെ. അപ്പോൾ അതാണ് ഇപ്പോൾ ഞങ്ങളുടെ നിലവിലുള്ള പ്ലാൻ. വന്നിട്ട് ഡെക്കറേറ്റ് ചെയ്യാനുണ്ട്, ബലൂണൊക്കെ വെക്കണമല്ലോ, അതൊരു മാമൂലാണ്. അപ്പോൾ ബലൂണൊക്കെ വീർപ്പിച്ച് കെട്ടാനുണ്ട്, കുഞ്ഞു ഡെക്കറേഷൻസ് മാത്രം. അപ്പോൾ ഇപ്പോൾ ഏതായാലും ഇവിടെ 7 മണിക്കാണ് ഞങ്ങൾക്ക് കുർബാന. അപ്പോൾ ഞങ്ങൾ രാവിലെ പള്ളിയിൽ പോവാണ്. പള്ളിയിൽ പോകുന്നതിൻ്റെ ഒരു കോലമാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഇനി നേരെ പള്ളിയിൽ പോയി കഴിഞ്ഞ് വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒരു ഇൻട്രോ ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്തുകൊണ്ടാണ് ഇന്നത്തെ ഒരു വ്ളോഗ് എന്നുള്ളത്. അപ്പോൾ ടാറ്റ പറ. ഞാൻ ഡോറ് തുറന്ന് മുറ്റത്തോട്ട് ഇറങ്ങാൻ നോക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ ഇത്. ഇത്രയും പകൽവെട്ടം 6 മണി 6:15 സമയമായിട്ടുള്ളൂ കേട്ടോ. പക്ഷേ എന്നാൽ ഇവിടെ നല്ല പകൽ കൂടുതലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. വൈകുന്നേരം ഒരു 7 മണി ആയാലും പകൽവെട്ടം പോലെ വെട്ടമുണ്ട്. നിങ്ങൾക്കും ഇങ്ങനെയാണോ എന്ന് പറയണേ, അതോ ഞങ്ങൾ വയനാടുകാരുടെ മാത്രം ഒരു പ്രത്യേകതയാണോ ഈ പകൽ ഇപ്പോൾ കൂടുതലുള്ളത് എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ എൻ്റെ അപ്പച്ചനും അമ്മയും വന്നിട്ടുണ്ടായിരുന്നു തലേന്ന്. എൻ്റെ കല്യാണം കഴിഞ്ഞ് 10 വർഷമായി. ആദ്യമായിട്ടാണ് രണ്ടുപേരും കൂടെ എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുന്നത് കേട്ടോ. അവർക്കല്ലെങ്കിൽ വരാൻ ഭയങ്കര മടിയാണ്. ഞാൻ നിർബന്ധിക്കും, പക്ഷെ അവർ വരില്ല, വന്നു പോകും. വല്ലതും വരില്ല തന്നെ, വല്ലപ്പോഴേ അവർ വരാറുള്ളൂ കേട്ടോ. ഇപ്പോൾ ഇച്ചാൻ വണ്ടിയൊക്കെ എടുത്ത് പോകാൻ റെഡിയായിട്ട് നിൽക്കുക. ഞങ്ങളൊരു 6:40 7 മണിക്കാണ് കുർബാന, 6:40 ആകുമ്പോൾ ഇറങ്ങാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. ഒരു 5 മിനിറ്റാണ് ഇവിടെ നമ്മുടെ പള്ളിയിലോട്ടുള്ളത്. നേരത്തെ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ സീറ്റ് കിട്ടൂല, ചെയർ കിട്ടൂല. എനിക്ക് പിന്നെ ഞാൻ കൊയറിലുള്ളത് കൊണ്ട് അവിടെ ചെയറൊക്കെ ഉണ്ടല്ലോ, അത് എനിക്ക് കിട്ടും. പക്ഷേ ജോഡിന് ഉറങ്ങുമായിരിക്കും. അപ്പോൾ അവനെ പിടിച്ച് നിൽക്കുമ്പം ചെയർ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിലത്തിരുന്ന് കഴിഞ്ഞാൽ പിടിക്കുന്ന ആരോ അവർക്ക് കാലൊക്കെ ഭയങ്കര വേദന എടുക്കും. അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ പോകാൻ ഇറങ്ങും കേട്ടോ. ഇതാണ് നമ്മുടെ ബർത്ത്ഡേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ബാക്ക്ഗ്രൗണ്ട് ഞാൻ ഇവിടെ അന്നൊക്കെ നമ്മൾ വിചാരിച്ച് വെച്ചത്. ആ കട്ടനൊക്കെ ക്ലോസ് ചെയ്തിട്ട് അവിടെ ഡെക്കറേറ്റ് ചെയ്യാമല്ലോ എന്ന് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പള്ളി കഴിഞ്ഞ് വന്നു. പള്ളി കഴിഞ്ഞ് ഏകദേശം ഒരു 9 മണി 8:45 ആകുമ്പോഴത്തേക്ക് നമ്മൾ വീട്ടിലെത്തും കേട്ടോ. അപ്പോൾ എനിക്ക് വേറൊരു പ്രോഗ്രാമിനും കൂടെ പോകാനുണ്ട്. അപ്പോൾ ഞാൻ വേഗം വന്ന് ചായ പോലും ഞാൻ കുടിച്ചിട്ടില്ല, ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിച്ചിട്ടില്ല. ഞാൻ വേഗം ബലൂണെല്ലാം ഊതി വീർപ്പിക്കും. ഞാൻ ഭയങ്കര എക്സ്പേർട്ടാട്ടോ. ഞാൻ ഭയങ്കര ആവേശപരമായിട്ടാണ് ഞാൻ ബലൂണൊക്കെ വീർപ്പിക്കുന്നത്. പക്ഷേ ചൊറിയും കുറച്ച് കഴിയുമ്പോഴത്തേക്കും. എന്നാലും എനിക്കിത് വീർപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ആ സാധനമില്ലേ എയർ അടിക്കുന്നത്, ആ സാധനമൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല, അതൊക്കെ അവിടെ ഇരിപ്പുണ്ട്. എനിക്കിങ്ങനെ ഊതി വീർപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ അവിടെ വേഗം ഡെക്കറേറ്റ് ചെയ്ത് അമ്മേനിടയ്ക്ക് ജോഡുവിന് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ജലദോഷം ആയതുകൊണ്ട് ഭക്ഷണം കഴിക്കാനൊക്കെ ഭയങ്കര മടിയാട്ടോ. അപ്പം ഡെക്കറേഷൻ പരിപാടി വേഗം തീർന്നു. എനിക്ക് വേഗം പോകേണ്ടതുകൊണ്ട് ഇച്ചാനും കൂടെ ഡെക്കറേഷൻ ഫുള്ള് ഞാൻ ചെയ്തോളാം എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം എനിക്ക് പോകാൻ സമയമായതുകൊണ്ട് ഇച്ചാനും കൂടെ വേഗം വന്ന് കൂടി. അങ്ങനെ ഡെക്കറേഷൻ വളരെ സിമ്പിളായിട്ട്, കുറച്ചധികം ബലൂൺ വേണമെന്ന് എനിക്കുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ വാങ്ങിയ ബലൂണൊക്കെ വെയിലൊന്നും ഇല്ലാഞ്ഞിട്ട് പോലും തന്നെ പൊട്ടിക്കൊണ്ടിരിക്കുക. ജോഡു ആണെങ്കിൽ ഏത് ബലൂൺ എടുത്ത് തട്ടി കളിക്കണം നോക്കിക്കൊണ്ട് അവനും അവിടെ ഇരിപ്പുണ്ട്. അവൻ്റെ സ്പെഷ്യൽ ഡേയിൽ അവൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞങ്ങളത് കണ്ടപ്പോൾ ഞങ്ങൾക്കും ഭയങ്കര മനസ്സ് നിറഞ്ഞു കേട്ടോ. ഒരിക്കലും ജോഡു ഇത്രയും ഹാപ്പി ആവുമെന്ന് ഞങ്ങൾ വിചാരിച്ചേ ഇല്ലായിരുന്നു. ഹലോ, അപ്പോൾ നമ്മുടെ ഡെക്കറേഷൻസ് ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് ഇതിനിടയിൽ പെട്ടെന്നൊരു കാര്യം വന്ന് കയറി. ഒരു ഫസ്റ്റ് ഹോളി കമ്മ്യൂണിന് ആദ്യ കുർബാന എന്ന് പറയും, പാട്ട് പാടാൻ പോകണം പള്ളിയിൽ.
അപ്പം ഞാൻ കൊയറിലുണ്ട്. നിങ്ങൾ എൻ്റെ കുറേ അലമ്പ് പാട്ടുകളൊക്കെ കേട്ട് സഹിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ ശല്യപ്പെടുത്തൽ ഇവിടെയുമുണ്ട്. ഇവിടുത്തെ കൊയറിലുണ്ട് ഞാൻ. അപ്പം അവരിന്ന് പാടാൻ ചെല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി പോകണം, ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടി പോകണം. 10:30-ക്കാണ് കുർബാന. ഇന്ന് തന്നെ 10:30-ക്ക് രണ്ടാമത്തെ കുർബാന കാണാൻ പോവാണ്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വന്നിട്ട് വേണം ബാക്കി. നമുക്ക് ഡെക്കറേഷൻ കഴിഞ്ഞു, ഇനിയിപ്പം പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഫുഡ് കുറച്ചൊക്കെ നമ്മൾ ആക്കി വെച്ചു, ബാക്കി കുറച്ച് ആക്കാനുള്ളത് ആക്കിക്കോളും. നമ്മളൊരു 1 മണി 2 മണിയോട് കൂടി കേക്ക് കട്ട് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോഴത്തേക്ക് എൻ്റെ ചേച്ചിയൊക്കെ അവിടെ നിന്ന് വരും. അവർക്കൂടെ കാറ്റഗീസ് ഉണ്ട്, അതെല്ലാം കഴിഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ വേഗം റെഡിയായി അടുത്ത കുർബാനയ്ക്ക് പോയി പാടിയിട്ട് വരാം. ഓക്കെ. അപ്പോൾ ഞാൻ ആദ്യ കുർബാനയുടെ പാട്ടെല്ലാം പാടിക്കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു. അപ്പം പിള്ളേരെയും കാറ്റഗിസം കുർബാന അപ്പം തന്നെയായിരുന്നു. പിള്ളേരെയും കൂട്ടിക്കൊണ്ട് വന്നു കേട്ടോ. ചേട്ടാൻ്റെ പിള്ളേരുണ്ട്, ജോനുണ്ട്, ജോഡും ഉണ്ട്. എല്ലാവരും കൂടെ അവരവരുടേതായ പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞാൻ കേക്കും വാങ്ങിക്കൊണ്ടാണ് വന്നത്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് സ്ഥലത്ത് തന്നെ ഒരു കേക്ക് ഉണ്ടാക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്, അവളുടെ അടുത്ത് നിന്നാണ് വാങ്ങിയത്. അപ്പം ഡെക്കറേഷൻ ഇതാണ് ഫൈനലായിട്ടുള്ള ഞങ്ങളുടെ ഡെക്കറേഷൻ. ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിളായിട്ട് മതി. പിള്ളേർക്കൊരു സന്തോഷമാകണം, ജോഡിനും സന്തോഷമാകണം, അത്രേ മാത്രമേ വിചാരിച്ചുള്ളൂ. അപ്പോൾ എൻ്റെ ചേച്ചീനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ് ഞങ്ങളെല്ലാവരും. അവർ താഴെ കൊട്ടിയൂരിന്ന് വരണമല്ലോ. അപ്പച്ചനൊക്കെ തലേന്ന് വന്നുകൊണ്ട് അവരവിടെ തന്നെയുണ്ട്. അവർ ചേച്ചിയൊക്കെ അവരുടെ പിള്ളേരുടെ വേദോടം കഴിഞ്ഞിട്ടാണ് വന്നത്. ഇതാണ് എല്ലാവരും, ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഇതിനകത്തുണ്ട്. ഞാൻ ഈ ഒരു വ്ളോഗിൽ കൂടെ ഉദ്ദേശിക്കുന്നത് എൻ്റെ വീട്ടിലെ എല്ലാവരെയും നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താമെന്നും കൂടെ കരുതിയോണ്ടാട്ടോ. ജോഡു അത് ഭയങ്കര സന്തോഷമാണ്. ജോഡുവിന് അവൻ്റെ ഡ്രസ്സൊക്കെ മാറി ക്യാപ്പൊക്കെ വെച്ച് കഴിഞ്ഞ് എല്ലാവരും അവനെ തന്നെ സെൻറ്റർ ഓഫ് ദി അട്രാക്ഷൻ ആയിട്ട് അവൻ തന്നെ ഇരുന്നപ്പം അവനതൊരു ഭയങ്കര സന്തോഷം. ശരിക്കും ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല അവൻ ഇത്ര സന്തോഷമാവും കേട്ടോ. അവൻ നല്ല മിടുക്കനായിട്ട് അവൻ ആ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എൻ്റെ ചേച്ചിക്ക് കൊടുത്ത ഗിഫ്റ്റാണ് ആ ഒരു ഡ്രസ്സ് അവന്. അപ്പോൾ നല്ല മാച്ചും ആവുന്നുണ്ടായിരുന്നു. നിങ്ങൾ പറയണേ അവൻ ആ ഡ്രസ്സ് മാച്ച് ആവുന്നുണ്ടായിരുന്നു. എനിക്കത് കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. അവൻ നല്ല ഭംഗിയുള്ള പോലെ തോന്നി. പിന്നെ ഞങ്ങൾ പിന്നെ കളർ കോഡൊന്നും ഞങ്ങൾ യൂസ് ചെയ്തില്ല. ഞാൻ പിന്നെ വേറൊരു ഡ്രസ്സായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ അത് ഇട്ട് വന്നപ്പോൾ എനിക്കത് ഭയങ്കര ലൂസ്. ഞാനിപ്പോൾ കുറച്ച് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഡയറ്റൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ചും കൊണ്ട് ഇന്ന് മെലിഞ്ഞു പോയി. അതുകൊണ്ട് എനിക്ക് ആ ഡ്രസ്സ് ഭയങ്കര ലൂസായി. അങ്ങനെ ഞാൻ എൻ്റെ കൈ കിട്ടിയത് എടുത്തിട്ട് ഇട്ട് കഴിഞ്ഞപ്പോൾ ജോഡുമായിട്ട് ചെറുതായിട്ടൊന്ന് മാച്ച് ആവുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതാ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേക്ക് കട്ടിങ്ങിന് വേണ്ടിയിട്ട്. കേക്ക് കട്ട് ചെയ്യാൻ ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ അതാ നല്ല അടിപൊളി കേക്കായിരുന്നു കേട്ടോ. ഞാൻ കേക്കിൻ്റെ റിവ്യൂ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടുന്ന് കേക്കൊക്കെ ഈ മാനന്തവാടി ഭാഗത്തൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇവരെ കോൺടാക്ട് ചെയ്തോ. ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാട്ടെ. അത്രയും ടേസ്റ്റാണ് എല്ലാവർക്കും. എനിക്ക് സത്യം പറഞ്ഞാൽ കേക്ക് ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ പോലും കുറച്ചധികം കഴിച്ചു എന്നുള്ളതാണ്. അത്ര ടേസ്റ്റായിരുന്നു. ഞാൻ പിസ്തയാണ് ഫ്ലേവർ ഞാൻ ഓർഡർ ചെയ്തത്. ഡിസൈൻ കസ്റ്റമൈസ് ചെയ്ത് എടുക്കുക ചെയ്തത് കേട്ടോ. നല്ല അടിപൊളി കേക്കായിരുന്നു, ഒന്നും പറയാനില്ല. അപ്പോൾ അതാ എല്ലാവരെയും വിളിച്ചുകൂട്ടി ഞങ്ങളിങ്ങനെ കേക്ക് കട്ട് ചെയ്യുന്ന പരിപാടിയാണ്. ജോഡു ക്യാൻഡിലെല്ലാം ഊതുന്നുണ്ട്. ജോഡുവിൻ്റെ സന്തോഷം നോക്ക്. നമ്മൾ 2 വയസ്സേ ഉള്ളൂ, പക്ഷേ എന്നാലും അവൻ്റെ മുഖത്തെ ആ ഒരു സന്തോഷവും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അവൻ അങ്ങനെയായിരുന്നു. ശരിക്കും ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ജോഡു ഇത്രയും ഹാപ്പി ആവുന്നുള്ളത്. എന്ത് മനസ്സിലാവാനാ അല്ലേ, 2 വയസ്സേ ഉള്ളൂ. പക്ഷേ എൻ്റെ ചേച്ചി പറയായിരുന്നു ചേച്ചീൻ്റെ മോൻ്റെ 2ാമത്തെ ബർത്ത്ഡേ അവൻ ഇപ്പോഴും ഓർമ്മയുണ്ട്, അവൻ അത്ര ഹാപ്പി ആയിരുന്നു എന്നുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ ഓർത്തു, ഞങ്ങൾ സത്യം പറയുന്നത് വെച്ചില്ലായിരുന്നെങ്കിൽ ജോഡിന് വലിയ നഷ്ടമാകും. ഞങ്ങൾ ചെറിയ രീതിയിൽ അവൻ ഇതുവരെ ഒരു സെലിബ്രേഷനും കാര്യങ്ങളും ഒന്നും അവൻ്റെ വെച്ചിട്ടില്ലല്ലോ എന്ന് ഓർത്തിട്ട് മാത്രം ഞങ്ങൾ വെച്ചിട്ട് അവൻ്റെ ബാപ്റ്റിസം ഫസ്റ്റ് ബർത്ത്ഡേ പോലെ നമ്മൾ മര്യാദയ്ക്ക് ആഘോഷിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്ന് സെക്കൻഡ് ഇരിക്കട്ടെ. ഇപ്പം ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ഉണ്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി എല്ലാവരും മറന്നു കേട്ടോ. എല്ലാവരും ജോഡുവിൻ്റെ ബർത്ത്ഡേ എന്നുള്ള ലെവലാണ് ഹൈലൈറ്റ് ചെയ്ത് നടക്കുന്നത്. പിന്നെ എല്ലാവരും ജോഡുവിന് ഓരോ തുള്ളി കേക്കിൻ്റെ കൊടുക്കുന്നുണ്ട്. ഒരുപാട് കൊടുത്തു കഴിഞ്ഞാൽ കൊടുക്കണ്ട എന്ന് പറയുന്ന എല്ലാവരും പറയുന്നുണ്ട്. അപ്പം ഒരു തുള്ളി മാത്രമായിട്ട് ആദ്യം പിള്ളേരെ കൊണ്ട് കൊടുപ്പിച്ചു. പിന്നെ മുതിർന്നവരെല്ലാം കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ ഇതോടുകൂടി ഞാൻ എല്ലാവരെയും ഞാൻ പരിചയപ്പെടുത്തിറക്കാം. ഈ കേക്ക് കൊടുക്കുന്നവരിൽ നിന്ന് ഓരോരുത്തരെയായിട്ട് ഞാൻ കാണിച്ചു തരാം. അല്ലാണ്ട് ഇവരാരും ക്യാമറയുടെ മുമ്പിൽ വരില്ല. ഇവർക്കെല്ലാം ക്യാമറയുടെ മുമ്പിൽ വരാൻ ഭയങ്കര മടിയുള്ള ആൾക്കാർ. പ്രത്യേകിച്ച് എൻ്റെ മമ്മീൻ്റെ ഡാഡിയൊന്നും വരില്ല. ഇതെൻ്റെ ഡാഡി, ഇച്ചായൻ്റെ ഡാഡി, എൻ്റെ ഫാദറിൻലോ. ഇത് ഡാഡിയുടെ അനിയൻ പാപ്പായി. ഒരേ ഒരു അനിയനേ ഉള്ളൂ പാപ്പായി. പിന്നെ ആൻറ്റിമാരുണ്ട്, പെങ്ങന്മാരുണ്ട്, 3 പെങ്ങന്മാരുണ്ട്. ഇത് ഡാഡിയുടെ ചാച്ചൻ, അപ്പച്ചിന്ന് ഞങ്ങൾ വിളിക്കും. പിന്നെ എൻ്റെ അപ്പച്ചൻ അവിടെ ഒന്ന് കൊടുത്തു, എൻ്റെ അമ്മയും കൊടുത്തു. അതുപോലെ ഇപ്പോൾ സോഫി ചേച്ചി, ഇപ്പം മഞ്ഞ ചുരിദാർ ഇട്ട് വന്നത് എൻ്റെ ചേച്ചി സോഫി ചേച്ചി, ചേട്ടായിൻ്റെ ഇച്ചാൻ്റെ ചേട്ടൻ്റെ വൈഫ്. ഇത് അമ്മച്ചി, ഡാഡീൻ്റെ അമ്മ, ഞങ്ങൾ അമ്മച്ചിന്ന് വിളിക്കും. ഇത് പാപ്പായിൻ്റെ വൈഫ് നിർമ്മല ആൻറ്റി, അതായത് ഡാഡിയുടെ അനിയൻ്റെ വൈഫ്, അവിടെ നിൽക്കുന്ന കണ്ടില്ലേ അനിയൻ. ഇത് മമ്മി, ഇതാണ് എൻ്റെ മദർ ഇൻ ലോ കേട്ടോ. എനിക്ക് കണ്ടില്ല എന്നാരും പറയരുത്. എൻ്റെ ചേച്ചി വന്ന് കൊണ്ടേ കൊടുത്തു. ഇനി ഓരോരുത്തരായിട്ട് വരുന്നുണ്ട്. ലിജോ ചേട്ടായി, ഈച്ചായൻ്റെ ചേട്ടൻ, ആകെ ഒരൊറ്റ ചേട്ടനേ ഉള്ളൂ, ചേട്ടായിയാണത്. പിന്നെ അടുത്തത് വരാൻ പോകുന്നത് സിജോ ചേട്ടായി, അതായത് എൻ്റെ ചേച്ചീൻ്റെ ഹസ്ബൻഡ് സിജോ ചേട്ടായിയാണ്. ചേട്ടായി വന്ന് കൊടുത്തു. പിന്നെ ആരുമില്ലാന്ന് തോന്നുന്നു. ഇതോടുകൂടി കഴിഞ്ഞു എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് അതിനിടയ്ക്ക് വെഡിങ് ആനിവേഴ്സറിയുടെ ഗിഫ്റ്റായിട്ട് എൻ്റെ ചേച്ചിയുടെയും ചേട്ടൻ്റെ ഭാഗത്തു നിന്നും അപ്പച്ചൻ്റെ അമ്മയുടെ ഭാഗത്തു നിന്നും ഞങ്ങൾക്ക് ഓരോ ഗിഫ്റ്റ് കിട്ടി. അവർ മാത്രമേ ഞങ്ങളെ ഓർത്തുള്ളൂ കേട്ടോ. അതാ പിന്നെ
പിന്നെ നമുക്കും ജോഡുവിൻ്റെ ആഘോഷിക്കുന്നതാണ് നമ്മുടെ ഉള്ളിൽ. ജോഡുവിൻ്റെ പിറന്നാൾ എന്നുള്ള ലെവലിലാണ് നമ്മളും ചെയ്യുന്നത് കേട്ടോ. ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഒരു സൈഡായിപ്പോയി. പിന്നെ പിള്ളേരെ എല്ലാം വെച്ചിട്ട് ഞാൻ ഓരോ ഫോട്ടോ എടുക്കാൻ വേണ്ടി അവരെ നിർത്തിയേക്കുന്നതാണ്. പിന്നെ ഭക്ഷണത്തിലോട്ട് തിരിഞ്ഞു. ബിരിയാണി ആയിരുന്നു ആക്കിയത്. ബിരിയാണിയുടെ ചിക്കൻ മസാലയൊക്കെ ഞാനാണ് ആക്കിയത്. മറ്റേ ചോറ് ചേട്ടായാണ്. ചേട്ടായി ഭക്ഷണം ബിരിയാണിയുടെ കാര്യത്തിൽ എക്സ്പേർട്ടാണ്. പാപ്പായും നല്ല പോലെ ഫുഡ് ഉണ്ടാക്കും കേട്ടോ. അപ്പം മുതിർന്നവരെല്ലാം കഴിച്ച് ഒരു ട്രിപ്പ് കഴിഞ്ഞപ്പോഴത്തേക്കും പിള്ളേർക്ക് എല്ലാവർക്കും കൊടുത്തു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ കുക്കിംഗ് എനിക്ക് ഇഷ്ടമൊന്നുമല്ല. എന്നാലും ഞാൻ ഉണ്ടാക്കിയൊരു സാധനം നല്ലത് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഒരു സന്തോഷം. എനിക്ക് കുക്കിംഗ് തീരെ ഇഷ്ടമല്ല കേട്ടോ. പിന്നെ പിള്ളേരെല്ലാം അവിടെ നിന്ന് ഫുള്ള് കളിയാണ്. അവർക്കൊരു എൻജോയ്മെൻ്റ് ആണ്. എല്ലാവരും കൂടെ ഒന്ന് ഒന്നിച്ച് കൂടുമ്പം അതൊന്നും മെമ്മറബിൾ ആണല്ലോ. ഇതാട്ടോ നമ്മുടെ കേക്ക്. പിസ്തയാണ് ഞാൻ ഫ്ലേവർ വാങ്ങിയത്. ഇതിൻ്റെ അവസാന കഷ്ടം ഞാനൊന്ന് കഴിക്കാൻ വേണ്ടി എടുത്തപ്പോഴത്തേക്കും കൂട്ടത്തോടെ ആക്രമിക്കാൻ വേണ്ടി ഇവരെല്ലാവരും കൂടി ഇങ്ങോട്ടേക്ക് വന്നു. ലാസ്റ്റ് എനിക്ക് ഒന്നും തന്നെ കിട്ടിയില്ല. അത്രയും ടേസ്റ്റ് ആയിരുന്നു കേക്ക്. നിങ്ങൾക്ക് ആർക്കെങ്കിലും കേക്ക് ആവശ്യമുള്ളവരാണ്, കസ്റ്റമൈസ് ചെയ്യിക്കാനുള്ളവരാണ്, ധൈര്യമായിട്ട് ഇവരെ കോൺടാക്ട് ചെയ്തോട്ടോ. ഞാൻ നമ്പർ ഞാൻ കൊടുത്തേക്കാം. വീണ്ടും വീണ്ടും പറയുന്നത് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ജോഡുവിൻ്റെ ബർത്ത്ഡേ വ്ളോഗും ഞങ്ങളുടെ 10th വെഡിങ് ആനിവേഴ്സറിയുടെ ഈ ഒരു വ്ളോഗും ഇവിടെ അവസാനിക്കുക കേട്ടോ. ഇത് കഴിഞ്ഞപ്പോൾ പിള്ളേരെല്ലാം ഭയങ്കര കളി തന്നെയാണ്. അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേക്കും ചേച്ചിയും ചേട്ടായി എൻ്റെ അപ്പച്ചനും അമ്മയും എല്ലാവരും പോയി. പിന്നെ ഞങ്ങളെല്ലാവരും പഴയ പോലെ ഞങ്ങൾ മാത്രം. അപ്പോൾ പുതിയൊരു അടിപൊളി വീഡിയോയുമായി വരാൻ എന്നെയും അത് കാണാൻ നിങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ടാറ്റാ, ബൈ ബൈ.